ഞാൻ ഫാദർ കെ പി ജേക്കബ്. എൻ്റെ വീട്ടുപേര് കതിൽപ്പറമ്പിൽ നിന്നാണ്. കതിൽപ്പറമ്പിൽ കുടുംബം വലമ്പൂർ ഇടവയിൽപ്പെട്ടതാണ്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ പിതാവിന് 4 സഹോദരങ്ങളുണ്ട്. അവര് ചാക്കോയുടെയും മറിയാമ്മിൻ്റെയും മക്കളാണ്. ഈ 5 മക്കളും കൂടാതെ ഒരു പെങ്ങളുണ്ടായിരുന്നു. മൂത്ത ആളുടെ പേര് വർക്കി എന്നാണ്. രണ്ടാമത്തെ ആള് മാത്യു, മൂന്നാമത് കുര്യാക്കോസ്, നാലാമത് ഒലഹന്നൻ, അഞ്ചാമത്തെയാണ് ഒരു പെങ്ങളുണ്ടായിരുന്നത് സാറാമ്മ. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പിതാവ് പൈലി ഉണ്ടാകുന്നത്. അപ്പോൾ പൈലിയുടെ മകനാണ് ഞാൻ. ഞങ്ങളുടെ സ്വദേശം വലമ്പൂരാണ്. തിരുവാങ്കൂറിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കോലഞ്ചേരി. അതിനടുത്തുള്ള ഈ സ്ഥലം വലമ്പൂർ ഇടവക. വലിയൊരു ആത്മീയ കൂട്ടായ്മയുള്ള ഒരു ഇടവകയായിരുന്നു വലമ്പൂര്. ഇടവകങ്ങളെല്ലാം വളരെ സന്തോഷത്തോടെയും വളരെ ആത്മീയ കൂട്ടായ്മയിലും കഴിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമാണ് ഈ വലമ്പൂർ എന്ന് പറയുന്നത്. എന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞങ്ങളുടെ അമ്മയുടെ അമ്മ വല്യമ്മച്ചിയായിരുന്നു. വല്യമ്മച്ചിയുടെ സ്വത്താണ് ഞങ്ങൾക്ക് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. 5 ഏക്കറോളം സ്ഥലം അന്ന് ഞങ്ങൾക്ക് വലമ്പൂർ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടം. കുറച്ച് പാടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും കൃഷി ചെയ്തിട്ട് ഒന്നും വലിയ പ്രയോജനം ഉണ്ടായിരുന്നില്ല. ആ സാമ്പത്തികമായ ബുദ്ധിമുട്ട് കാരണം മറ്റെവിടെയെങ്കിലും കുടിയേറി പാർക്കണം എന്നുള്ള ആഗ്രഹം അപ്പനുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് അപ്പൻ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്ന സ്ഥലങ്ങളെല്ലാം വിറ്റ് ഞങ്ങൾ ഈ തൃശ്ശൂർ ഭാഗത്തേക്ക് കുടിയേറി പാർത്തത്. തൃശ്ശൂര് പീച്ചി റൂട്ടിലാണ് ഞങ്ങൾ താമസമാക്കുവാൻ വേണ്ടി കുറേ സ്ഥലം വാങ്ങിച്ചത്. 4-5 ഏക്കർ സ്ഥലം ഞങ്ങൾക്ക് ആദ്യമായിട്ട് കുറച്ച് ഉൾപ്രദേശമായിരിക്കുന്ന കരടിയുള്ളയിലായിരുന്നു ആദ്യം ഞങ്ങൾ ഒന്ന് സ്ഥലം വാങ്ങിച്ചത്. അവിടെ 5 ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് ഞങ്ങൾ ഒരു വീട് അന്ന് കെട്ടി ഉണ്ടാക്കി. പച്ച ഇഷ്ടികയിലാണ് അന്ന് ആ വീട് കെട്ടിയുണ്ടാക്കിയത്. ഞങ്ങൾ പിള്ളേരും എല്ലാവരും കൂടിയിട്ടാണ് ഇഷ്ടിക പിടിക്കാൻ തുടങ്ങിയത്. എൻ്റെ അനുജൻ പൗലോസും അമ്മയും അപ്പനും ഞാനൊക്കെ കൂടിയിട്ടാണ് അന്ന് ഇഷ്ടിക പിടിക്കുന്നതും. ഇഷ്ടിക പിടിച്ച് ചൂളയ്ക്ക് വെച്ച് ആ ഇഷ്ടിക പെറുക്കി കൊണ്ടുപോയി വീട് പണിയാൻ വേണ്ടി സഹായിച്ചതൊക്കെ ഞങ്ങൾ പിള്ളേരെ കൂടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ താമസമാക്കി. എന്നാൽ എൻ്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ 5 ക്ലാസ് വരെയുമാണ് അന്ന് ഈ കടയിരിപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. അവിടെ പഠിച്ചത് 5 ക്ലാസ് വരെയാണ്. അന്ന് പഠനത്തിനൊന്നും വലിയ പ്രാധാന്യം ഞങ്ങളുടെ മാതാപിതാക്കൾ കൊടുത്തിരുന്നില്ല. കൃഷിപ്പണി ചെയ്യണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അന്നത്തെ കാര്യം പറഞ്ഞ രസമാണ്. അന്ന് ഞങ്ങൾക്ക് ഇതുപോലെ യൂണിഫോമൊന്നും ഇല്ല. ഒരു ട്രൗസർ, കാക്കി ഒരു ട്രൗസർ ഉണ്ടാവും, ഒരു ബനീനും ഉണ്ടാകും. ഇതാരായിരുന്നു ഞങ്ങളുടെ യൂണിഫോം എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ശീലക്കൊടകൾ, ഇന്നത്തെ മാതിരി കൊടകളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഒത്തിരി പണക്കാർക്ക് മാത്രമേ അന്ന് അത്തരത്തിലുള്ള കുട ഉണ്ടായിരുന്നു. അത് പോപ്പിയോ അല്ലെങ്കിൽ ജോൺസണോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. സാധാരണ ഞങ്ങൾ അന്ന് മഴയത്ത് പോയിക്കൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ പനയുടെ ഓലയെ കൊണ്ട് കുടയുണ്ടാക്കും. പനയുടെ ഓല കുടയുണ്ടാക്കി അതിന് നടുക്ക് ഒരു തൊപ്പി വെക്കും. അത് തലയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്. പലപ്പോഴും പിള്ളേർ തട്ടിക്കളിയത്. ചിലപ്പോഴൊക്കെ കാറ്റത്ത് കുട പറന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്ന്. അന്ന് എല്ലാവർക്കും അതായിരുന്നുകൊണ്ട് വലിയ മോശം അല്ലെങ്കിൽ നാണക്കേടൊന്നും തോന്നിയിരുന്നില്ല. എല്ലാ കുട്ടികളും ഈ കുടയും കൊണ്ടാണ് വരുന്നത്. അപൂർവം 1-2 സാമ്പത്തിക വർഷമുള്ള കുട്ടികൾ മാത്രമേ ശീലക്കുടകൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. അങ്ങനെ അവിടുത്തെ പഠനം നിർത്തേണ്ടി വന്നു. ഞങ്ങൾ ഈ തൃശ്ശൂർ ഭാഗത്ത് വന്ന് താമസമാക്കിയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു സ്കൂൾ ഉണ്ടായിരുന്നത് പട്ടിക്കാടാണ്. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ ആ സ്കൂളിലാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് ഇന്നത്തെ മാതിരി ബസ് സർവീസ് ഒന്നുമില്ല. നടന്നു പോകണം. കരടികളിൽ നിന്നും നടന്ന് പട്ടിക്കാട് എത്തുമ്പോഴത്തേക്കും ഒരു സമയം എടുക്കും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും നടക്കണം. അന്ന് പൈസയില്ല. 1-2 ബസ് ഉണ്ട്. അതിന്
ആ ബസ്സിൽ പോകണമെങ്കിൽ 10 പൈസ വേണം. 10 പൈസ ഉണ്ടെങ്കിലേ ബസ് ചാർജ് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ അപ്പൻ്റെ കയ്യിൽ 10 പൈസ ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിലും അപ്പൻ തരില്ലായിരുന്നു. നടന്നു പോയിക്കോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ അങ്ങോട്ട് നടക്കണം, ഇങ്ങോട്ട് നടക്കണം. മഴയാണെങ്കിലും വെയിലാണെങ്കിലും അതാണ് സ്ഥിതി. ഭക്ഷണമാണെങ്കിലോ അമ്മ രാവിലെ തന്നയക്കുന്ന പഴങ്കഞ്ഞി ആയിരിക്കും. പഴങ്കഞ്ഞിയുടെ കൂടെ ഒരു ഉപ്പുമാങ്ങ ചമ്മന്തിയും കാണും. എന്നും അത് തന്നെയാണ്. ഉപ്പുമാങ്ങ ചമ്മന്തിയും ഈ കഞ്ഞിയും ഒരു ചോറ്റുപാത്രം നിറച്ചുണ്ടാവും. അത് ഉച്ചയാകുമ്പോഴത്തേക്ക് നിറച്ച് കുടിക്കും. അത് കുടിച്ചിട്ട് 4 മണിക്ക്, ഇന്നത്തെ മാതിരി സ്കൂളിൽ വിടുന്നത് 4 മാതിരി അല്ല, അന്ന് 9 മണിക്ക് ക്ലാസ് തുടങ്ങും, 4 മണിക്ക് അവസാനിക്കുകയുള്ളൂ. അവസാനിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് നടന്നു വരണം വീട്ടിലെത്തുമ്പോഴോ പിന്നെ വിശ്രമമില്ല. പോത്തിനെ നോക്കാൻ പോണം. 2 പോത്തുണ്ടാവും എപ്പോഴും. ആ പോത്തിനെ നോക്കി തീറ്റി വയറ് നിറച്ച് കുളിപ്പിച്ച് കൊണ്ടുവന്നെങ്കിലേ അന്നത്തെ ദിവസം പൂർത്തിയാവുകയുള്ളൂ. എന്നാൽ കുറച്ചും കൂടിയൊക്കെ പ്രായമായപ്പോൾ എനിക്ക് അമ്മയോട് കൂടെ പുല്ല് മുറിക്കാൻ കൂടി പോകേണ്ടി വന്നു, ഈ പോത്തുകൾക്ക് കൊടുക്കാൻ. ഒരു പശു ഉണ്ടാവും, 2 പോത്തും ഉണ്ടാവും. മാത്രമല്ല ചെറുപ്പത്തിലെ തന്നെ അപ്പൻ എന്നെ പാടത്ത് പൂട്ടാൻ കൊണ്ടും അത് പഠിപ്പിച്ചു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നേഞ്ഞിലിൽ പിടിക്കേണ്ടി വരും. നേഞ്ഞിലിനാണ് ഞങ്ങൾ, കരിയെന്നാണ് ശരിയെങ്കിലും നേഞ്ഞിൽ ഞങ്ങൾ പറയുന്നത്. അതിൽ ഞങ്ങൾ പൂട്ടിക്കും. പിന്നെ ചിലപ്പോഴൊക്കെ അപ്പൻ എന്ത് ചെയ്യും, വരമ്പ് കിളപ്പിക്കും. വരമ്പിൽ കിളപ്പിച്ച് മണ്ണ് മാറ്റിയിടണം. ചിലപ്പോഴൊക്കെ ഞവരി അടിക്കാന്ന് പറയും, മണ്ണ് നിരത്തുന്ന ഒരു പരിപാടി. ആ കാര്യത്തിലും എന്നെ അപ്പൻ ഉപയോഗിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ അന്നത്തെ കാലത്ത് അത്ര പ്രായോഗികമായിരുന്നില്ല. എല്ലാ കാരണന്മാരും കൃഷിയിലേക്കാണ് മക്കളെ നിയോഗിച്ചിരുന്നത്. അതുപോലെ എൻ്റെ അനുജന്മാരും വിദ്യാഭ്യാസത്തിലൊക്കെ കുറവുള്ളവരാണ്. ഒക്കെ കൃഷിയിലേക്കാണ് അന്ന് എല്ലാവർക്കും താല്പര്യം. അതിനുവേണ്ടി അപ്പം നിർബന്ധിക്കുകയും അങ്ങനെ ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് 3 പെങ്ങന്മാരും 2 അനുജന്മാരുമാണുള്ളത്. മൂത്ത അനുജൻ പൗലോസ് എന്ന് പറയും. അവൻ വീടിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. പണികൾ ചെയ്യിക്കാനും പണി ചെയ്യാനും ഒക്കെ അപ്പനോടൊപ്പം എപ്പോഴും കാണും. പണി ചെയ്ത് കഴിഞ്ഞാൽ ഈ കഞ്ഞിയും എന്തെങ്കിലും ഒരു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ കൃഷിയിടങ്ങളിലൊക്കെ ധാരാളം കൃഷി ചെയ്ത് നല്ലപോലെ ചേനയൊക്കെ ഉണ്ടാക്കും. 100 കള ചേനയൊക്കെ ഉണ്ടാവും. ഈ ചേനയെല്ലാം വളരുമ്പോൾ എല്ലാം പറിച്ച് അപ്പൻ തൃശ്ശൂർ അങ്ങാടി കൊണ്ട് വിൽക്കും. അതുപോലെ തന്നെ നേന്ത്രക്കൊല 50 100 വാഴയൊക്കെ വെക്കും. അതിനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, നല്ല വെള്ളമുള്ള സ്ഥലമായിരുന്നു. ഈ വാഴക്കൊലയൊക്കെ വെട്ടി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കും. ഞങ്ങൾക്ക് ഓണത്തിന് മാത്രമേ ഒരു വാഴക്കൊല കിട്ടിയിരുന്നുള്ളൂ. അന്ന് ഞങ്ങൾക്ക് കായ് വറക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് വലിയൊരു ഉത്സവം പോലെയാണ്. ഓണത്തിനൊക്കെ 2 കായ് വറക്കാന്ന് പറഞ്ഞാല് അത് അത്ഭുതമാണ്. അന്നാണ് ഞങ്ങൾക്ക് നേന്ത്രപ്പഴം കിട്ടുന്നത്. മാത്രമല്ല അന്ന് ഈ പോത്തിന് ഓണം കൊടുക്കുന്ന പരിപാടിയുണ്ട്, മൃഗങ്ങൾക്ക്. അപ്പോൾ മൃഗങ്ങൾക്ക് ഓണം കൊടുക്കണമെങ്കിൽ തലേ ദിവസം പുല്ല് മുറിക്കണം. അപ്പൊ ഞാൻ അമ്മയോടും പോയി 2 കെട്ട് പുല്ല് മുറിച്ച് കൊണ്ടുവരും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തൊഴുത്തിൽ ഈ പുൽത്തൊട്ടിയിൽ ഇട്ടിട്ട് അതിൽ തേങ്ങ ഉടച്ച് വെള്ളം ഈ മൃഗത്തിന്റെ, ഈ പോത്തിന്റെയും പശുവിന്റെയും തലയിൽ ഒഴിക്കുന്ന ഒരു പതിവുണ്ട്. ഓണം കൊടുക്കാന്ന് പറയും. ഒരു കൊത്ത് തേങ്ങയും ആ പുൽത്തൊട്ടിയിലിടും. ഞങ്ങൾക്ക് മക്കൾക്ക് എല്ലാവരും കൂടി 1 മുറി തേങ്ങ തരും. ആ 1 മുറി തേങ്ങ പൊട്ടിച്ച് ഞങ്ങള് 3 പെൺമക്കളും 2 അനുജന്മാരും ഞാനും കൂടി 6 പേര് കൂടി ആ തേങ്ങ വലിയ ആ സന്തോഷത്തോടു കൂടി ഒരു വലിയ സമ്മാനം കിട്ടുന്ന പോലെ അന്ന് ഞങ്ങളത് തിന്നതിന് കാലം ഓർക്കുകയാണ്. അന്ന് ഒരു മാമ്പഴം കിട്ടിക്കഴിഞ്ഞാൽ 6 പൂളുണ്ടാക്കണം, നിർബന്ധ. 6 പൂള്. ചിലപ്പോൾ 1 പൂള് കൂടുതൽ വേണമെന്ന് അപ്പം പറയും, വല്യാമ്മയ്ക്ക് കൊടുക്കാനാ. അപ്പൊ 6 മക്കളും കൂടി ഒരു മാമ്പഴം തിന്നുന്ന കാലം, സന്തോഷത്തിന്റെ ഒരു കാലം. എന്ത് കിട്ടിയാലും 6 പങ്കുവയ്ക്കണം. അങ്ങനെയായിരുന്നു അവിടുത്തെ നിശ്ചയം. ഞങ്ങൾ അപ്പനും അമ്മയ്ക്കും കൂടി ഒരു കട്ടില്, വല്യാമ്മയ്ക്ക് ഒരു കട്ടില്, അത്രയേ ഉള്ളൂ. ഞങ്ങളൊക്കെ നിലത്ത് പായി വിരിച്ച് എല്ലാവരും ഒരുമിച്ച് കിടക്കും. ആർക്കും ഒരു പരാതിയില്ല. നേരം വെളുക്കുന്നവർ സുഖമായിട്ട് കിടന്നുറങ്ങും.